പോയത്. ഞങ്ങൾക്ക് വിശക്കണോ? അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അയ്യോ, അവര് കാണണ്ട. കനകം, ഈ വിത്താളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. തീർച്ചയായും അത് അവരുടെ കുട്ടികളല്ല, ആരുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുവന്നതാ. ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. പാവം കൊച്ചുങ്ങൾ. ഒരു വൃത്തികെട്ട പിള്ളേര്. മിണ്ടാതിരുന്നോണം, അല്ലെങ്കിലേ തല്ലി നിന്റെയൊക്കെ കാല് ഞാൻ ഒടിച്ചു കളയും. നമ്മൾ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എങ്ങനെയാ ഈ പിള്ളേരൊന്ന് രക്ഷിക്കാ? നമ്മളിവിടെ കുറെ നേരം നിൽക്കുന്നത് അപകടമാണ്. അതെ അതെ, അയാളെ ഇനിയും കാണുന്നില്ലല്ലോ. അതെ, ഈ വിറ്റകളെ അങ്ങോട്ട് ഏൽപ്പിച്ചാലേ സമാധാനമായി. ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അത് നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്, അല്ലാതെ ഇങ്ങോട്ടാ. അതെ അതെ, ഞങ്ങൾക്കൊന്നും വയ്യ നിങ്ങളെ നോക്കാൻ. അയ്യോ, അതെ, ആ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാവും. ഇതിലെന്താ ചതിയുണ്ട്? പാവം കുഞ്ഞുങ്ങൾ. ഇവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണല്ലോ. എന്റെ ദൈവമേ, എനിക്ക് കണ്ടിട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. പോയി നോക്കിയാലോ അങ്ങോട്ട്? വേണ്ട, പോയി നോക്കുന്നതേ വെറും വെഡിത്താണ്. അതിക്കും നല്ലത് ആരെങ്കിലും കൂട്ടിട്ട് പോകാൻ നല്ലത്. ചിലപ്പോ അവരോട് വഴക്കിടാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും കൂടെ കൂട്ടുന്നതാവും ബുദ്ധി. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം എങ്കിലും തരോ കുടിക്കാൻ? ഇങ്ങനൊരു തീറ്റപ്പണ്ടാരം. പാവം കുട്ടികള് തുള്ളി വെള്ളം പോലും ചോദിച്ചിട്ടേക്ക് കൊടുക്കണില്ല. പാവം തക്കടുപാവ എവിടെയാവോ? അവൾ ചിലപ്പോ വീടിനകത്താവും. പാവം, അതിന് പൂട്ടിയിട്ടിട്ടുണ്ടാവും. പാവം കുട്ടി, അതിനാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതാ. അതിന് നന്നായി വിശക്കുന്നുണ്ടാവും. എന്താ ഹാവൂ, ഇടിച്ചേർക്കാ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആന്റി, ആന്റി എന്താ ഇവിടെ ഒളിച്ചെന്ന് നോക്കണത്? അങ്ങോട്ട് നോക്കടാ, നീ വന്നതേതായാലും നന്നായി. കുട്ടികളെ പിടുത്തക്കാരാ തോന്നുന്നു. 3 പിള്ളേരുണ്ട് അവരുടെ കൂടെ. അത് അവരുടെ മക്കളല്ല. അവറ്റകളെ ഭക്ഷണം വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അവറ്റകൾക്ക് കൊടുക്കുന്നില്ല. നല്ല ചീത്ത പറച്ചിലാ. ടിമ്മി, നമ്മൾ തക്കടുവാവിനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവോ? ഉണ്ടാകും കുഞ്ഞപ്പൂ, ഓല അടുത്തന്നെ ഉണ്ടാകും. എടി പെണ്ണെ, നീ എവിടെ പോവാ? ഇങ്ങോട്ട് പിന്നിലേക്ക് മാറി നിൽക്കടി, അവർ കാണും. അമ്മ, ഞാനേ അവരുടെ കാല് പിടിച്ച് കരഞ്ഞോണ്ട് എന്റെ തക്കടുവാവിനെ വിട്ടുതരാൻ പറഞ്ഞിട്ട്. നീ അങ്ങോട്ട് പോയി കാര്യം വെക്കണേ, അവരങ്ങോട്ട് വിട്ടുതരാ. അത്രയും പിള്ളേരാണ് നേർന്ന് കരഞ്ഞിട്ട് അവർക്ക് കേൾക്കുന്നില്ല. എന്നതല്ലേ ഇപ്പൊ നീയ്? അതെ അതെ, ചിഞ്ഞോ, ഇത് പോയാലേ അന്യം കൂടെ ഒരാൾ പിടിച്ചോട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? ചെയ്യാനൊക്കെ ഉണ്ട്, ഒരേ ഒരു വഴിയുള്ളൂ. എന്താ കുഞ്ഞാപ്പൂ, വേഗം പറ. ആന്റി, ആന്റിയുടെ ഫോൺ എന്നിട്ട് എടുക്ക്. അതെ അതെ, അമ്മ വേഗം അച്ഛനെ വിളിച്ചു പറയേ, അല്ലെങ്കിൽ അമ്മ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയേ. എന്നിട്ടാപ്പോ ഈ ഒരു വഴി നേരത്തെ തോന്നിയില്ല. കുഞ്ഞാപ്പ പറഞ്ഞു തന്നതേ നന്നായി. അയ്യോ, ഈ പിള്ളേരാണെങ്കിലേ എപ്പോ നോക്കിയാലും തൊണ്ട കീറിയും കൊണ്ട്. ഒന്ന് വായടിച്ചു പിടിച്ചേ. ശല്യങ്ങള്. പിന്നെ ഏട്ടാ, ഇവിടെ ഒരു സ്ഥലം വരെ പെട്ടെന്ന് വരുമോ? അമ്മ വേഗം കാര്യം പറ, എത്രയും പെട്ടെന്ന്. ചേട്ടാ, ഇവിടെയല്ലേ കുറച്ച് പിള്ളേര്. പോലീസിനോട് വിളിച്ചു പറ. അതെ അതെ, അത് തന്നെയാണ് ബുദ്ധി. വേഗം പറ. അല്ല, സംശയമൊന്നുമല്ല, സത്യാണ്. ഞാനേ ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേട്ടതാ. ആ കുട്ടികൾ അവരുടെ അല്ല. അച്ഛനോട് വേഗം പറ അമ്മ. പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടേ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അതെ അതെ, ചിലപ്പോ ഇവന്റെ കൂട്ടത്തിൽ നമ്മൾ തക്കടുവാവി ഉണ്ടാവും പറ. ആന്നേ, ചിലപ്പോ ഇവിടെ തക്കടുവാവി ഉണ്ടാവും. ഇവിടെ പുറത്തൊന്നും കാണുന്നില്ല, പക്ഷെ അകത്ത് അവൾ ഉണ്ടാവും. ഏട്ടാ വേഗം വരണേ. വാ, നമുക്കിവരെ ഇവിടെ നിന്ന് എവിടേക്കേലും മാറ്റാം. അയ്യോ, അവരിവിടെ നിന്ന് പോകുന്നു. അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അതെ അതെ, അച്ഛനൊക്കെ വരാൻ കാത്തു നിന്നാലേ അവർ പോകും. വാ, നമുക്ക് പോയിട്ട് ആ കുട്ടികളെ രക്ഷിക്കാം. വാ പിള്ളേരെ, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാം. പെട്ടെന്ന് വേണം. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. അടുത്തൊന്നും വീടും നടന്നില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ട് എന്റെ അമ്മയുടെ അടുത്തെത്താ? എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് എന്റെ അച്ഛന്റെ അമ്മന്റെ അടുത്തെത്തണം? എന്റെ അമ്മ ഇപ്പൊ കരഞ്ഞു കരഞ്ഞു തളർന്നിട്ടുണ്ടാവും. എന്നാലും ഇവരാരാ? എന്തിനാ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് നല്ല ഭക്ഷണവും ഡ്രസ്സും എല്ലാം തരുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം? ചിന്നും കുഞ്ഞാപ്പൊക്കെ എന്നെ രക്ഷിക്കാൻ വരുമോ? എന്നാലും ഈ കുട്ടി ഏതാണാവോ?
ആ കുട്ടിയോടൊന്നും സംസാരിക്കരുതെന്നാണ് ഉത്തരവ്. ഏയ് കുട്ടി, നിന്നോട് ഇതെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? അയ്യോ, അപ്പുണ്ണിയേട്ടോ, എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല മേഡം. പിന്നെന്താ അവിടെ അന്തം വിട്ട് നിൽക്കുന്നേ? പോയിക്കോളൂ. മേഡം, ഈ കുട്ടി ഏതാ? നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനുള്ള കാശൊക്കെ കൃത്യമായി വാങ്ങുന്നില്ലേ? അല്ല മോളെ, ഞാൻ വെറുതെ ആരുടെ മോള്? നിങ്ങളുടെ മോളാണോ ഞാൻ? ആ കുട്ടിയെ കണ്ടപ്പോ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് ശരി. ഇവിടെ എവിടെ അങ്ങനെ കുട്ടിയും വലിയവരും എല്ലാവരും ഉണ്ടാവും. അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അത് ഞാൻ പോകാൻ പറഞ്ഞ പോയിക്കൊള്ളണം. വന്നിരിക്കുന്നു ഒരു സംശയവുമായി. എന്താ ഇവിടെ? അത് ഞാൻ മോൾ പേടിച്ചു പോയോ? ഇല്ല, ചെറുതായിട്ട് പേടിച്ചു. പേടിക്കണ്ട കേട്ടോ. നീ എന്താ ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പുണ്ണിയേട്ടൻ? അത് എനിക്ക് വിശക്കാഞ്ഞിട്ടാ. ഞാനേ അങ്ങനെ ഒറ്റക്കൊന്നും കഴിക്കാറില്ല. എനിക്ക് എന്റെ അമ്മ വേണം. നോക്ക് മോളു, നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ? ആണ്, എനിക്ക് നല്ല ബുദ്ധിയുണ്ടെന്നേ എന്റെ അമ്മയോ അച്ഛനോ എപ്പോഴും പറയും ഞാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. ആണോ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ? ഞാൻ എന്ത് ചെയ്തെന്നാ? എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മതി, വേറെ ഒന്നും വേണ്ട. അതിന് നിന്റെ മമ്മി ഇവിടെ തന്നെ ഉണ്ടല്ലോ. മമ്മിയല്ല, ഞാനേ എന്റെ അമ്മനെ മമ്മീന്നൊന്നും വിളിക്കൂല. ഞാൻ അമ്മേന്ന് വിളിക്കാ. അതൊന്നും പറ്റില്ല മോളു, നീ മമ്മീന്ന് വിളിച്ചാ മതി. മമ്മീന്ന് വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്നെ എന്റെ അമ്മേന്റെ അടുത്തേക്കൊന്ന് എത്തിച്ചു തരുമോ? പാവം എന്റെ കൊരങ്ങച്ചനൊക്കെ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടുണ്ടാവും അവിടെ. അയ്യോ, അങ്ങനെയൊന്നുമല്ല മോളെ. ഇല്ല, ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ കൊരങ്ങച്ചനെ എന്നെ കണ്ടില്ലെങ്കിൽ ഓർക്ക് വരൂല. പാവ എന്റെ അച്ഛനും അമ്മയും. അവർക്ക് ഞാൻ ഒറ്റ മകളാ. ഒരു മകളായതുകൊണ്ടാണെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടാ അവർക്ക്. നീ ഇങ്ങോട്ട് നോക്കിക്കേ, എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടാ. എന്നാലും എന്റെ അമ്മയും അച്ഛനും പോലെ ആവില്ലല്ലോ. എനിക്ക് എന്റെ അമ്മനെ കാണാനേ നല്ല കൊതിയാവണുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്നെ നോക്കിക്കേ. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നില്ലേ, പിന്നെന്താ? കണ്ണു തുറന്ന് നേരെ നോക്ക്. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാനില്ലേ, ഞാനാണിനി മോളുടെ മമ്മി. മമ്മി? ആ, മമ്മി, അങ്ങനെ വിളിച്ചോളൂ എന്നെ. നിനക്കറിയോ? ഇല്ല, എന്തറിയാനാ? നിനക്കൊന്ന് പറഞ്ഞാൽ എന്റെ വിഷമം മനസ്സിലാവൂ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തിനു വിഷമം? ഞാനല്ലേ സങ്കടപ്പെടുന്നത്, എന്റെ അമ്മയല്ലേ കാണാൻ പറ്റാത്തത്. നിനക്കറിയോ? എന്തറിയോന്നാ? നിന്റെ അതേ പ്രായത്തിലൊരു മോള് എനിക്കുണ്ടായിരുന്നോ? എന്നിട്ട് അവൾ എവിടെ പോയേ? എന്നിട്ട് ആ മോൾ എവിടെ പോയേ? അവള് പറ ചേച്ചി, അവൾ എവിടെ പോയേ? അവള് ഞങ്ങളെ വിട്ടു പോയി. അത് മാത്രം അറിഞ്ഞാ മതി ഇപ്പൊ മോള്. എത്ര കാലമായെന്നറിയോ ഞങ്ങൾ ഈ വേദന സഹിച്ച് ജീവിക്കുന്നു. ചേച്ചി വിഷമിക്കണ്ട. ഞാൻ വിഷമിക്കൂല, പക്ഷേ പകരം നീ ഇവിടെ നിൽക്കണം എന്റെ മകളായിട്ട്. പറ്റൂ നിനക്കതിന്? എന്റെ അമ്മ അച്ഛനും അല്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് അവരെ കാണാതെ ഒന്നും പറ്റില്ല. ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും ഒക്കെ എന്റെ അമ്മ വേണം. പിന്നെ എന്റെ കൊരങ്ങച്ചൻ എന്റെ കൂടെ തന്നെ വേണം. അപ്പൊ നിനക്ക് എന്നെ വിട്ട് പോണല്ലേ? അപ്പൊ നിനക്ക് എന്നോടൊരു സ്നേഹം തോന്നിയില്ലേ ഇതുവരെ? അപ്പൊ എന്റെ അമ്മയോ? അമ്മ വിഷമിക്കൂലേ തക്കടവാവില്ലെങ്കിൽ? അതും ഒരു പ്രശ്നമാണ്. നിന്റെ അമ്മ വിഷമിക്കും. പക്ഷെ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത്. ഞാനെന്ത് ചെയ്യാ? എന്റെ അമ്മ കരയും, തക്കടവാവയും കരയും. ഇത് നോക്ക്,
നീ ഇവിടെ ജീവിക്കണമെങ്കിലേ നിനക്കൊരു രാജകുമാരിയെ പോലെ ഇവിടെ കഴിയാം. ഇപ്പതാ ആ ടേബിളിലേക്ക് തന്നെ നോക്ക്. നിനക്ക് വേണ്ട എന്താണ് കഴിക്കാൻ ആഗ്രഹം എല്ലാം അവിടെ കിട്ടും. നീ എന്ത് ആഗ്രഹിച്ചാലും അവിടെ കിട്ടും. ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മക്കും വാങ്ങിത്തരാൻ കഴിഞ്ഞെന്ന് വരില്ല.